പുള്ളിക്ക് എങ്ങനെ ഇതിനകത്ത് വില്ലാടുമായിട്ട് പരിചയം വന്നതെന്ന് വെച്ചാല് ഇവര് സ്കൂളില് ഇവൻ നമ്മുടെ ഡോക്ടറിന്റെ കൂടെ ലിയനോറിന്റെ കൂടെ പഠിച്ച ഒരാളുടെ ബന്ധുക്കാരനാണ് ഈ പറയുന്ന വില്ലാട് റിച്ചാർഡ്സൺ. ആ ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കണം, ആ ഒരു ചെറിയ പരിചയത്തിൽ നിന്ന് പോലും എനിക്കിങ്ങനെ ഒരാളെ അറിയാം, ഞാനൊരു ലെറ്റർ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വില്ലാട് റിച്ചാർഡ്സൺ ഇദ്ദേഹം ഒരു ഡോക്ടർ ഒരു കത്ത് എഴുതുവാണ്. അതിനുശേഷം ബിൽ ഡബ്ല്യു ചെന്ന് എപ്പോഴും പരാതി പറയാണ്. കാരണം ബിഗ് ബുക്ക് അടിക്കണം, ആശുപത്രികൾ പണിയണം, മിഷണറിമാരെ നിയമിക്കണം, പൈസയില്ല, ദൈനംദിന ചെലവിന് പൈസയില്ല. ഇതിനോടകം തന്നെ അവര് ചെറിയ രീതിയിൽ മറ്റേ സ്റ്റാൻഡേർഡ് ഓയിൽ കോർപ്പറേഷൻ ഹോണർ ഡീലേഴ്സ് സ്റ്റാൻഡേർഡ് ഓയിലിൽ നിന്നാണ് ഹാങ് പി രാജിവെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് തുടങ്ങുന്ന ഓയിൽ കമ്പനിയുടെ പേര് ഹോണർ ഡീലേഴ്സ് എന്നാണ്. അപ്പൊ അവിടെയാണ് റൂത്ത് ഹോക്കിനെ സെക്രട്ടറി ആയിട്ട് ഹാങ് പി ആണ് നിയമിച്ചത് യഥാർത്ഥത്തിൽ. അതായത് ഹോണർ ഡീലറിന്റെ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയുടെ സെക്രട്ടറി ആയിട്ടാണ് റൂത്ത് ഹോക്ക് രംഗത്തേക്ക് വരുന്നത്. പല സ്ഥലങ്ങളിലും അപ്പൊ ഞാൻ ആദ്യം റൂത്ത് ഹോക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് പറയാം. ഈ റോക്ക്ഫെല്ലറിന്റെ അടുത്തേക്ക് എത്തി. അപ്പം റോക്ക്ഫെല്ലർ ആ കാലത്ത് ഈ മദ്യനിരോധനത്തിന് ഒരുപാട് ഫണ്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്, 1935 മുതൽ 39 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് നമുക്ക് പേര് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു മദ്യാസക്തരുടെ ഒരു കൂട്ടായ്മ എന്നോ അല്ലെങ്കിൽ ഒരു സോബർ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലായിരുന്നു നമ്മളുടെ നിലനിൽപ്പ്. അപ്പോൾ ഈ റോക്ക്ഫെല്ലറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലാഡ് റിച്ചാർഡ്സിന്റെ അടുത്തേക്ക് ബിൽ ഡബ്ല്യു എത്തിപ്പെട്ടപ്പോ റോക്ക്ഫെല്ലർ ഈ വില്ലാഡ് റിച്ചാർഡ്സൺ തീരുമാനിച്ചത് തന്റെ ചില സഹപ്രവർത്തകരെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ പ്രത്യേകിച്ച് പ്രൊഹിബിഷൻ സമയമാണ്, മദ്യനിരോധന സമയമാണ്. അന്ന് ആ സമയത്ത് മദ്യനിരോധന സമയങ്ങളിൽ ഇവർ ഒരുപാട് ഫണ്ട് പ്രയോഗിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ മദ്യനിരോധനം എന്നുള്ള ഒരു ആശയം അമേരിക്കയിൽ തന്നെ വലിയ കുറ്റകൃത്യങ്ങളും കലാപവും അല്ലെങ്കിൽ തന്നെ ലീഗൽ അല്ലാത്ത മദ്യം പൊതുസമൂഹത്തിലേക്ക് വരുന്നതിനൊക്കെ ഇടയാക്കി. നമുക്കറിയാം, പല കഥകളും വ്യക്തികഥകളും വായിക്കുമ്പോൾ പലരും വീട്ടില് മദ്യം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 1933 മദ്യനിരോധനം അമേരിക്ക നീക്കുവാണ്. അതിന് 21ാം ഭരണഘടനാ ഭേദഗതി എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ നിയമ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു നിയമം പാസാക്കിയതിനു ശേഷം ആ നിയമത്തിന് ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ മദ്യനിരോധന നിയന്ത്രണം അല്ലെങ്കിൽ ആ ലീഗലൈസ് ചെയ്ത ആ കാര്യത്തിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്. കാരണം അമേരിക്കയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നിയമം പാസാക്കിയതിനു ശേഷം അത് തിരുത്തപ്പെടുന്നത്. അങ്ങനെ ഈ മദ്യവിലക്കിൽ നിന്ന് മറ്റൊരാശയം ഇവരിലേക്ക് അത് വർക്കാവുന്നില്ല. കാരണം എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ഈ നികുതി ഈടാക്കുന്നത്, എങ്ങനെയാണ് ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് നേരിട്ട് വിൽപ്പനയ്ക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ സെലൂൺ എന്നാണ് പറയുന്നത്, ബാറുകളിൽ എങ്ങനെ വിൽക്കണോ, ഇത് അന്നത്തെ കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊന്നും ഇവർക്ക് ഉത്തരം കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിരോധനം ഒരു പരാജയമായി പോയത്. ഇപ്പൊ ജോൺ ടി റോക്ക്ഫെല്ലർ ജൂനിയർ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിശ്വസ്തരായ 2 സഹപ്രവർത്തകരെ ഈ മദ്യ നിയന്ത്രണത്തിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിയമിച്ചു. അങ്ങനെ അവരൊരു പുസ്തകമൊക്കെ എഴുതുന്നുണ്ട്. അതിന്റെ പേര് ടുവാർഡ് ലിക്വർ കൺട്രോൾ എന്നാണ്. മദ്യ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള പുസ്തകത്തിലാണ്. അപ്പൊ ബൈബിളിന്റെ ഉറവിടത്തിന് ശേഷം മദ്യ നയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് അതെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ ഉപദേശകന്മാരായിരുന്ന അല്ലെങ്കിൽ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ അംഗങ്ങളായിരുന്നു ഈ പറയുന്ന നമ്മളിപ്പോ ഹരിഹരൻ ചേട്ടൻ പറഞ്ഞ ചാപ്മാനും ചാപ്മാൻ ഓക്കെ, പിന്നെ ആൽബർട്ട് സ്കോട്ടും. അപ്പം ഈ ആൽബർട്ട് സ്കോട്ട് എന്ന് പറഞ്ഞാൽ ചിപ്മാൻ ആൽബർട്ട് സ്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ കമ്പനിയുടെ ഒരു തലവനാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. അതുപോലെ തന്നെ മാൻഹട്ടനിലെ ഒരു റിവേഴ്സൈഡ് ചർച്ച് എന്ന് പറഞ്ഞ ട്രസ്റ്റി ബോർഡ്, അത് ഇവര് ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ തന്നെ ഒരു ചർച്ചാണ്, അവരുടെ തന്നെ പള്ളിയാണ്. അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ ഒരു ട്രസ്റ്റി ബോർഡിലെ അംഗമായിരുന്നു ഈ പറയുന്ന ആൽബർട്ട് സ്കോട്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തിയല്ലോ, അപ്പൊ ഈ ഒക്ടോബറിലാണ്, അത് 1937 ഒക്ടോബറിലാണ്
നമ്മൾ മദ്യപാനികളുടെ യോഗം എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കാം. അതിനകത്ത് ഈ ടുവാർഡ് ലിക്വർ കൺട്രോൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയവരെയും അയാൾ വിളിച്ചിരുന്നു. അപ്പം അതുപോലെ തന്നെ ലിറോയ് ചിപ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണെങ്കിൽ കാനഡയില് അങ്ങനെ പല പ്രവിശ്യകളിലും മദ്യ നിയന്ത്രണ പദ്ധതികളെ കുറിച്ച് മാസങ്ങളോളം പഠിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഒരു 18 പേജുള്ള ഒരു അനുബന്ധമൊക്കെ ഉൾപ്പെടുത്തി ഇവർക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര ദീർഘമായി പറഞ്ഞു വരുന്നതിന് കാരണം, റോക്ക്ഫെല്ലർ ഇതിന് പിന്നണിയിൽ അല്ലെങ്കിൽ ആ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഇതിന്റെ പിന്നണിയിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ മദ്യം നിരോധിക്കുക, അല്ലെങ്കിൽ മദ്യത്തിന് ഒരു നിയന്ത്രണം വരുത്തുക എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഫ്രാങ്കോ ആമോസ് നമുക്കറിയാം, മധ്യസ്ഥയെ കുറിച്ചുള്ള ഒരു നമ്മുടെ എങ്ങനെയാണ് ഇത് വിജയിക്കില്ല എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ ബോബിന്റെ അടുത്തേക്കൊക്കെ പോയി പഠിക്കുന്ന കാര്യങ്ങളും അതിന് ആമോസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ചരിത്രം പറയുമ്പോൾ പോലും മിക്കവാറും ഇവിടെ പറയുന്നതാണ്. അപ്പം ഈ ചിപ്മാനെ പറ്റി പറയുമ്പോൾ, ചിപ്മാനാണ് പണം ഇതിനെ നശിപ്പിക്കില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഈ ആൽബർട്ട് സ്കോട്ട് ചിപ്മാൻ അടങ്ങിയ ആ സംഘത്തിൽ ചിപ്മാനാണ് ആദ്യം ചോദിക്കുന്നത്. പണം ഇതിനെ വളരെയധികം പണം ലഭിച്ചാല് ഈ ഉയർന്നു വരുന്ന ഈ സുബോധ സംഘത്തിന്റെ ഭാവി ദുർബലമാകുമെന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആൽബർട്ട് സ്കോട്ട് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ഒരു അംഗമാണ് നമ്മളോട് ഇത് ആദ്യമായി പറയുന്നത്. പണം ഇതിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ പണം, വളരെയധികം പണം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം $5000 നമുക്ക് സംഭാവന ആയിട്ട് തരുന്നതൊക്കെ. അപ്പൊ പിന്നീട് നമുക്കറിയാം, എയുടെ ആദ്യ ശമ്പളമുള്ള സെക്രട്ടറി റൂത്ത് ഹോക്ക് വരുന്നു. റൂത്ത് ഹോക്ക് ഹാഗ്ബിയുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവരാണ് നമ്മുടെ ബുക്കിന്റെ ആദ്യ കരട് രൂപം പ്രസിദ്ധീകരിച്ച സെറനിറ്റി പ്രയർ, ശാന്തിയുടെ പ്രാർത്ഥന പ്രവർത്തിച്ചത്. പിന്നെ അദ്ദേഹം ലോൺ ആൻഡ് ഓവർ എന്ന് പറയുന്നൊരു നമ്മുടെ ഫസ്റ്റ് എഡിഷനിലുള്ള ഒരു കഥയും അവരെഴുതിയിട്ടുണ്ട്, ലോൺ ആൻഡ് ഓവർ എന്നുള്ള. പിന്നെ നമുക്ക് അറിയാം, 50ാം വാർഷികത്തിൽ നമ്മുടെ ഇതിനകത്ത് 5 മില്യന്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എയുടെ തുടക്കകാലം മുതല് ബിൽവിൽസനും അല്ലെങ്കിൽ ഹാങ്ക്വിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളോട് ഈ ഹോണർ ഡീലേഴ്സ് എന്ന സ്ഥാപനത്തിൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം മദ്യപാനികളായ നമ്മളെ ഒരുപാട് പേരെ സഹായിച്ച ഒരാളാണ് റൂത്ത് ഹോക്ക്. പ്രത്യേകിച്ച് ഓഫീസിലെ അന്തരീക്ഷവും ഒക്കെ റെഡിയാക്കി എടുക്കാനും ബുക്കില് കാര്യങ്ങളൊക്കെ എഴുതാനും, പിന്നീട് പല തർക്ക വിഷയങ്ങൾ വന്നപ്പോൾ ഗോഡിനെ പറ്റി ഗോഡ് ആസ് യു അണ്ടർസ്റ്റുഡ് ഹിം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാനും, വലിയ വലിയ മാറ്റങ്ങൾ, യു മസ്റ്റ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം, യു ഷുഡ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നിന്ന് മാറ്റി വി മസ്റ്റ് വി ഷുഡ് എന്നുള്ള രീതിയിലാക്കാനും ഒക്കെ ആയിട്ട് സഹായിച്ചതൊക്കെ ഇവരെ തന്നെയാണ്. ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഇവരെ പറ്റി ഉണ്ടാവണം. പ്രത്യേകിച്ച് ആൽക്കോളിസ്റ്റിന്റെ ഈ ആൽക്കോളിക് ഫൗണ്ടേഷൻ സ്ഥാപിച്ചപ്പോ അതിന്റെ ഒരു ഈ പറയുന്ന ലിറോയ് ചിപ്മാനാണ് ക്ലാസ് എ ട്രസ്റ്റി ആയിട്ട് മാറിയത്. പിന്നീട് നമ്മുടെ പല എനിക്ക് തോന്നുന്നത് ഈ ബൈലോസ് വരെ അവര് തന്നെയാണ് എഴുതി ചേർത്തതെന്നൊക്കെയാണ്. അപ്പോ പ്രത്യേകിച്ച് വർക്ക് പബ്ലിഷിംഗ് കമ്പനി അതിന്റെ ഓഹരികൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾക്കിടയിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബാക്കി ആരെങ്കിലും ഇതിനെപ്പറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹാങ്പിയുടെ നീരസമാണ് പിന്നീട് കുടിയിലേക്ക് വരും. ബിൽഡബ്ല്യുവിനോടുള്ള നീരസം, അതായത് തന്റെ ഈ പറയുന്ന റൂത്ത് ഹോക്കുമായിട്ടുള്ള ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്നത് ഇദ്ദേഹമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ഇതിന്റെ. ഇന്നിപ്പോ ചാട്ടൻ ഇച്ചിരി നേരത്തെ നിർത്തി, അതുകൊണ്ട് അരമണിക്കൂർ നേരത്തെ നിർത്തി. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ സംസാരിക്കാം. ഇനി ആരെങ്കിലും സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു, ശിവചേട്ടാ. താങ്ക് യു.